ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂനിച്ചിമലയുടെ മുകളിലാണ് കേട്ടോ. കൂനിച്ചിമലയുടെ മുകളിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂനിച്ചിമലയാണ് നമ്മളിന്ന് കയറുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ വരെ ബൈക്ക് വരും. ബൈക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് കയറാവുന്നതാണ്. അപ്പോൾ നമ്മൾ മാതാമല കയറുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കൂനിച്ചിമലയാണ്. രണ്ടും അടുത്തടുത്താണ്. മാതാമലയും കൂനിച്ചിമലയും അടുത്തടുത്ത് തന്നെയാണ്. നമ്മളിന്ന് കയറുന്നത് മാതാമല കയറിയ വഴിയല്ല. നമ്മളിപ്പോൾ കൂനിച്ചിമല കയറുന്ന വേറൊരു വഴിയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന റോഡ് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്ക് ഒരു തോടാണ് വരുന്നത്. ആ തോട് കഴിഞ്ഞ് പിന്നെ ചെറിയ ഇടവഴിയാണെങ്കിൽ നമുക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുന്ന രീതിയിലാണ്. സ്റ്റെപ്പ് പോലെയും നമുക്ക് കയറി ചെല്ലാവുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കയറാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കാണുന്ന അങ്ങറ്റം എൻഡിലാണ് നമുക്ക് തോട് വരുന്നത്. അപ്പോൾ ചെറിയൊരു അരുവി പോലെയാണ്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് മുഖം കഴുകാം, കൈയൊക്കെ കഴുകാം, പിന്നെ കുടിക്കാനൊക്കെ കൊള്ളാം. നല്ല വെള്ളമാണ്. അപ്പോൾ ഇവിടെ നിന്ന് വലത്തോട്ടാണ് നമുക്ക് കയറേണ്ടത്. അവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് പാറയിൽ. വലത്തോട്ട് കയറേണ്ട ഒരു സിഗ്നൽ പോലെ യെല്ലോ ലൈനിൽ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വലത്തോട്ടാണ് കയറേണ്ടത്. നല്ല വെള്ളമാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ്. കുടിക്കാനൊക്കെ കൊള്ളാം. നല്ല ശുദ്ധമായ വെള്ളമാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ ഇടവഴിയാണ്. അപ്പോൾ നമുക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊരു 3/4 മണിക്കൂർ കൊണ്ട് കയറി തീരാവുന്നതാണ്. നമ്മൾ നല്ല പതുക്കെയാണ് കയറുന്നതെങ്കിൽ ചിലപ്പോൾ താമസിക്കും. അല്ല നമ്മളൊരു മീഡിയം സ്പീഡിൽ കയറുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് കയറി അങ്ങ് മുകളിലെത്താവുന്നതാണ്. ഈ മലയും കാടും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുണ്ട്. പാറയും അതുപോലെ തന്നെ ഈ കാടും പച്ചപ്പും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഇത് കയറാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്റ്റെപ്പ് പോലെ ഈ പാറയൊക്കെ ചെറിയ ചെറിയ കെട്ടുകൾ പോലെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറി നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റും. വേറെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 1-2 സ്ഥലത്ത് മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. വേറെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഈ വലിയ വലിയ ചെറിയ പാറ പോലെയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് എങ്ങോട്ടാണ് കറക്റ്റായിട്ട് കയറേണ്ടതെന്ന് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി തന്നെ കയറണം, അല്ലെങ്കിൽ വഴി തെറ്റുന്നതാണ്. കാരണം നമ്മൾ ആ തോടിൻ്റെ അവിടെ വന്നപ്പോൾ അങ്ങ് റോഡ് മുകളിലോട്ട് കിടപ്പുണ്ട്. ഇത് നമുക്ക് വലത്തോട്ട് തിരിഞ്ഞ് ഇടവഴി കുഞ്ഞു വഴിയിലൂടെ ഇതുപോലെയാണ് കയറേണ്ടത്. അപ്പോൾ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ചിലപ്പോൾ ആ റോഡ് വഴി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി ആരോ മാർക്ക് നോക്കി കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കയറാവുന്നതാണ്. അപ്പോൾ നമ്മൾ കയറി കുറച്ചിങ്ങ് വന്നിട്ടുണ്ട്. ഒത്തിരി ഇങ്ങ് വന്നിട്ടുണ്ട്. നമ്മളൊരു പാറയുടെ കുറച്ചൊരു പകുതിയാകുമ്പോൾ ഒരു ചെറിയൊരു പാറയുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ പാറയുടെ താഴെയാണ് ഇപ്പോൾ എത്തിയത്. അപ്പോൾ ഇനി പകുതി കൂടെ ഉണ്ട്. ഈ പാറയുടെ താഴെ കൂടെ അല്ല നമുക്ക് കയറേണ്ടത്. ഈ സൈഡിൽ കൂടെ ചെറിയൊരു വഴിയുണ്ട്. ഇതുവഴി വേണം കയറാൻ. ഈ പാറയൊക്കെ നല്ല ചർക്കലായിരുന്നു. അപ്പോൾ അതുവഴിയല്ല കയറേണ്ടത്. അപ്പോൾ ഈ സൈഡ് വഴിയുണ്ട്. അപ്പോൾ അതിലേ കയറി ഈ പാറയുടെ മുകളിലാണ് നമ്മൾ അടുത്തെത്തുന്നത്. അപ്പോൾ ആ വഴി നമ്മൾ നടന്ന് കുറച്ചിങ്ങ് വന്നിട്ടുണ്ട്. കുറച്ച് വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പാറ ഉണ്ടായിരുന്നു. അതിലൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ആരോ മാർക്ക് മിക്ക പാറയിലൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ആരോ മാർക്ക് നമുക്ക് കറക്റ്റ് വഴി അറിയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പം ഇതുവഴി അങ്ങ് നോക്കി പോയാൽ മതി. അപ്പോൾ നമ്മൾ ഇതിൽ എല്ലാ വീഡിയോസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ വീഡിയോ അല്പം ഒരുപാട് ലെന്തായി പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ട പാറയുടെ ഏതാണ്ട് മുകളിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വലിയ പാറ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ടോപ്പിലാണ് എത്തിയത്. നമ്മൾ ഇപ്പോഴും കൂനിച്ചിമലയുടെ ടോപ്പിൽ എത്തിയിട്ടില്ല. അതിൻ്റെ മുകളിൽ നിന്നുള്ള കുറച്ച് കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം നമ്മളൊന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നേരെ അടുത്ത് വീണ്ടും യാത്ര തിരിച്ചു.
ചെറിയ വഴിയാണ് കേട്ടോ. ഇനിയും ഇതുപോലെ ചെറിയ വഴി തന്നെയാണ്. പക്ഷേ കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ പാറയുടെ അവിടെ നമ്മൾ കയറാൻ സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് കയറാൻ പറ്റുന്ന ലൊക്കേഷനാണ് കേട്ടോ. ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ടോ, അപ്പോൾ ഇവിടെ കയറുന്ന സമയത്ത് ആരോഗ്യ ഇങ്ങനെ സിഗ്നൽ പോലെ വെച്ചിട്ട് പോകുന്നതാണ് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മിക്ക സ്ഥലങ്ങളിലും കാണാം കേട്ടോ. ആ പാറ കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ മിക്ക സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓരോ കമ്പിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. കണ്ടോ, അവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ബോട്ടിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഇത് ഇനി മുകളിലോട്ടാണ് കയറേണ്ടത്. രണ്ട് സൈഡും പച്ചപ്പാണ് കേട്ടോ, അതിൻ്റെ രണ്ട് സൈഡും. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു വഴിയേ ഉള്ളൂ കയറി പോകാൻ മാത്രം. നമ്മൾ കയറിയപ്പോൾ ഏതാണ്ട് മുക്കാൽ ഭാഗം അടുപ്പിച്ചായിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ എത്തുമ്പോഴത്തേക്ക് മുകളിലെത്തുന്നതാണ്. മല കയറാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വൈകിട്ടായിരിക്കണം, ഒരു 3 മണിക്ക് ശേഷം, അല്ലെങ്കിൽ രാവിലെ കയറണം. ഉച്ചയ്ക്ക് കയറി കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലുള്ള ആ വൈബൊന്നും ആസ്വദിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ വൈകിട്ടോ രാവിലെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആസ്വദിക്കാൻ കഴിയും. വളരെ മനോഹരമായിരിക്കും വൈകിട്ടോ രാവിലെയൊക്കെ കയറുകയാണെങ്കിൽ. അപ്പോൾ ഇത് മുകളിലെത്താറാവുന്ന സമയത്ത് രണ്ട് സൈഡ് വേ ആണ് കേട്ടോ. വേയുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് മാതാമലയാണ് കേട്ടോ. നമ്മളന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് മാതാമലയാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഇപ്പുറത്താണ് ഈ കൂനിച്ചിമല വരുന്നത്. രണ്ടും വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലത്തെ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ മാതാമലയുടെ ഈ മുകളിൽ നിന്ന് നോക്കിയാലും നമ്മൾ കൂനിച്ചിമലയുടെ മുകളിൽ നിന്ന് നോക്കിയാലും നമുക്ക് നെട്ട ഡാം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ കൂനിച്ചിമലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ കാരക്കുളം മെഡിക്കൽ കോളേജൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നെട്ട ഡാമാണ് കേട്ടോ അതാ കാണുന്നത്. അതേപോലെ തന്നെ ഈ കാരക്കുളം മെഡിക്കൽ കോളേജും വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഏറ്റവും ടോപ്പിൽ, ഈ കുനിച്ചിമലയുടെ ഏറ്റവും ടോപ്പിൽ നോക്കുമ്പോൾ ചെറിയ ചെറിയ കുന്നുകളും ചെറിയ നദികളും എല്ലാം കാണാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. നല്ലൊരു കാഴ്ച തന്നെയാണ് ഈ കുനിച്ചിമലയുടെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ അതാണ് കേട്ടോ മാതാമല. അതിൻ്റെ അപ്പുറത്ത് ആ ചെറിയ വഴി കിടക്കുന്നുണ്ടല്ലേ, അതാണ് മാതാമല. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം.